ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു സ്പെഷ്യൽ പായസത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പായസമാണ് പാലട. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് നമുക്ക് അടയുടെ ആവശ്യമുണ്ടോ ഇല്ലെന്ന് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ശരിക്കും പാലടയുടെ ആ ഒരു ടേസ്റ്റും ടെക്സ്ചറൊക്കെ തന്നെയാണ് കേട്ടോ ഈ ഒരു പായസത്തിനുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഈ ഒരു പിങ്ക് പാലട റെഡിയാക്കാനായിട്ട് നമ്മൾ അടക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു അരിയാണ്. ഇത് സാധാരണ നമുക്ക് കടകളിൽ പായസം അരി, ഉണക്കലരി എന്നൊക്കെ പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടും. അത് 2 ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട ശേഷം ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്തെടുക്കാം. ഒന്ന് പൾസ് ചെയ്തെടുത്താൽ മതി കേട്ടോ, കൂടുതൽ നേരം കറക്കരുത്. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഓക്കെ ആയിട്ട് കിട്ടും. ഇതുപോലെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മളിത് പൊടിക്കാനായിട്ട് എടുക്കുമ്പോൾ മിക്സിയുടെ ചെറിയ ജാർ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ കിട്ടില്ല. ഇനി നമ്മൾ അടുപ്പത്തൊരു കുക്കർ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റായിട്ട് ക്യാരമലൈസ് ആയിട്ട് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. 1/2 ലിറ്റർ പാല് വെച്ചിട്ടുള്ള പായസമാണ് ഞാനിപ്പോൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര മതിയാവും. നിങ്ങൾ ഇതിൽ കൂടുതൽ അളവിൽ പാലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് അരിയുടെ അളവും കൂട്ടി എടുക്കണം കേട്ടോ. ഈ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തീ കുറച്ചിട്ടിട്ട് മെൽറ്റ് ചെയ്തെടുക്കണം. അതുപോലെ ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ട് വന്നാൽ മതി. കൂടുതൽ കളറിലായി കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് കയ്പ്പുണ്ടാവും. ഈ ഒരു പായസം നിങ്ങൾ എന്തായാലും കുക്കറിൽ തന്നെ തയ്യാറാക്കണം കേട്ടോ, എന്നാലേ ഈ ഒരു ടെക്സ്ചറിലും ആ ഒരു കളറിലൊക്കെ കിട്ടുള്ളൂ. ഇപ്പോൾ പഞ്ചസാര മെൽറ്റായിട്ട് അത്യാവശ്യം ഒന്ന് കളറ് മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചൂടാക്കിയ 1/2 ലിറ്റർ പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ പാല് ജസ്റ്റ് ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാരമൽ പെട്ടെന്ന് കട്ടിയായിട്ട് പോവും. പാല് നമ്മൾ ഈ ക്യാരമലിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ, നല്ല ചൂടായിരിക്കും. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് ശ്രദ്ധിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചൂടാക്കിയ പാൽ ഒഴിച്ച് കൊടുത്താലും ഇതുപോലെ ജസ്റ്റ് ഒന്ന് കട്ടയിട്ട് വരും കേട്ടോ, അത് കുഴപ്പമില്ല. നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ മെൽറ്റായിട്ട് വന്നോളും. ഇനി നമ്മുടെ പായസത്തിന് ഏലക്കായുടെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് 2-3 ഏലക്കായ അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫുള്ളായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിനി ഇതിലേക്ക് തിളച്ച് കഴിയുമ്പോൾ അരിയും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് കേട്ടോ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൽ ബിരിയാണി റൈസ് വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷേ നമ്മൾ പിങ്ക് പാലടയുടെ ആ ഒരു ഒറിജിനൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഉണക്കലരിയാണ് യൂസ് ചെയ്യുന്നത്. ഉണക്കലരി പൊടിച്ചിട്ടാണ് പിങ്ക് പാലടയുടെ അട തയ്യാറാക്കുന്നത്. ഇപ്പോൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങാനായിട്ട് കിട്ടുന്ന അട ഒന്നില്ലെങ്കിൽ മൈദയോ അല്ലെങ്കിൽ പച്ചരിയോ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ ശരിക്കുള്ള ആ ഒരു ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു പാലടയുടെ ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഉണക്കലരി വെച്ചിട്ടുള്ള അട തയ്യാറാക്കണം. അപ്പോൾ നമ്മളിതിൽ ഉണക്കലരി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ശരിക്കും ആ ഒരു ഒറിജിനൽ പാലടയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിന് വരുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോ ഫ്ലെയിമിലാക്കിയിടണം. അതിനുശേഷം 1/2 മണിക്കൂർ ഇതൊന്ന് വേവിച്ചെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കാം, ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്, എന്നാലേ ആ ഒരു പിങ്ക് കളറ് കിട്ടുള്ളൂ. 1/2 മണിക്കൂറിന് ശേഷം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷം ഇപ്പോൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാനായിട്ട് പറ്റും, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് കളർ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും ലൂസാക്കിയിട്ട് എടുക്കണം. ഇനി ഇത് ഇരുന്നിട്ട് കുറച്ചും കൂടി ഒന്ന് കുറുകി വരും. അപ്പോൾ കറക്റ്റായിട്ട് വന്നോളും. ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കൂടും. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാഷ്നട്ടും കിസ്മസൊക്കെ നെയ്യിൽ വറുത്തിടാം കേട്ടോ. പക്ഷേ ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു പിങ്ക് പാലടയിൽ കാഷ്നട്ടും കിസ്മസും ഒന്നും ചേർക്കില്ല. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പിങ്ക് പാലട തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. 100% സക്സസ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ടും മറക്കരുത്. താങ്ക്